ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. EJKയുടെ ഒരു എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഒരു അടിപൊളി എപ്പിസോഡാണിത്. ഈ എപ്പിസോഡ് ആക്ച്വലി അടിപൊളിയാക്കുന്നത് അശ്വിനാണ്. ഈ എപ്പിസോഡ് ആക്ച്വലി ഏതോ ജന്മ കൽപ്പന സീരിയലിൽ വരുമ്പോഴത്തേക്ക് ഹിന്ദി പോലെയല്ല. ഇതിൽ 2 ദിവസമായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് നടക്കുന്നത്. 2 or 3 ദിവസമായിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഹിന്ദിയിൽ ഇത് 2 ദിവസമായിട്ടെങ്ങാണ്ടാണ് ഈ ഒരു എപ്പിസോഡ് നടക്കുന്നത്. അപ്പോൾ EJKയിൽ എനിക്ക് തോന്നുന്നു പ്രൊമോ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനം കാണിച്ച പ്രൊമോയിൽ നാളെ ജസ്റ്റ് ഒരുക്കങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു നാളെ അത് മാത്രമേ കാണത്തുള്ളൂ. അടുത്ത ദിവസമാണ് ഈ ഒരു ഫംഗ്ഷൻ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും ബാക്കി കഥ വരുന്നത്. അതുകൊണ്ട് അറിയത്തില്ല, മലയാളത്തിൽ എനിക്ക് ആ പ്രൊമോ വെച്ചിട്ട് അങ്ങനെയാണ് തോന്നിയത്. എനിവേ ഞാൻ ഇത് ഒറ്റൊരു എപ്പിസോഡ് പോലെയാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഇതിൽ പകുതിയൊക്കെ നാളത്തെ ഒരു എപ്പിസോഡായിട്ട് കാണിക്കത്തുള്ളൂ. ഇന്ന് എനിക്ക് EJKയുടെ എപ്പിസോഡ് റിവ്യൂ ഇടാൻ പറ്റിയില്ല. നാളെ മുതൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ അമ്മായിയുടെ വീട്ടിലേക്ക് ഒരു ബന്ധു വരുന്നുണ്ട്. ആ ബന്ധുവിൻ്റെ മോളുടെ കല്യാണത്തെക്കുറിച്ചാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതാണ് ആ എപ്പിസോഡ്. അപ്പോൾ ഈ ഒരു മോളുടെ കല്യാണം നടത്താനായിട്ട് അവർക്ക് വലിയ സാമ്പത്തികമൊന്നും ഇല്ല. അപ്പോൾ സംഗീത നൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നടത്തണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഹിന്ദിയിൽ സംഗീത നൈറ്റാണ്, പക്ഷെ മലയാളത്തിൽ അത് വേറെ വല്ല ചടങ്ങാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഒരു ഹാളൊന്നും പിടിക്കാനുള്ളൊരു പൈസയൊന്നും ഇവർക്കില്ല. അപ്പോൾ ഈ അമ്മായി ആണെങ്കിൽ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ എൻ്റെ വീട്ടിൽ വെച്ച് നടത്താമല്ലോ, ഇവിടെ ആകുമ്പോൾ വണ്ടിയുടെ സൗകര്യമുണ്ട്, പിന്നെ ഗസ്റ്റുകൾക്ക് ചിലർക്ക് വേണ്ടപ്പെട്ടവർക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണല്ലോ നമ്മുടെ അശ്വിൻ അങ്ങോട്ട് ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. എന്നിട്ട് അശ്വിനാണെങ്കിൽ കൊതുക് ബാറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ശ്രുതി അത് ഇങ്ങനെ ഒരാൾക്ക് കൊടുത്തു വിട്ടു എന്ന് പറയുന്ന സമയത്ത് അശ്വിൻ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോഴത്തേക്ക് അമ്മായി അങ്ങോട്ട് വന്നിട്ട് എന്താ അശ്വിൻ മുമ്പ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ അദ്ദേഹത്തിന് എല്ലാം സമ്മതമാണെന്ന് പറഞ്ഞില്ലേ. അത് ആക്ച്വലി അശ്വിൻ അറിയത്തില്ല ഇതാണ് സംഭവം എന്ന്. പക്ഷെ ശ്രുതി മനഃപൂർവ്വം പറയുന്നതാണ് അശ്വിന് കുഴപ്പമില്ല, സമ്മതമാണെന്ന്. അമ്മായിയും ആ കല്യാണം ഇവിടെ വെച്ച് നടത്താൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത് ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കമാണ് ആക്ച്വലി ഇന്നത്തെ എപ്പിസോഡിൽ അവർ പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗമാണ് പറയുന്നത്. അപ്പോൾ കല്യാണപ്പെണ്ണെന്ന് പറയുന്നത് ഈ അമ്മായിയുടെ ബന്ധുവിൻ്റെ മകളാണ്. അപ്പോൾ ആ ബന്ധുവിന് വലിയ സാമ്പത്തികമൊന്നും ഉള്ളതല്ല. പക്ഷേ ഈ പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടുകാർ, അതായത് ആ ചെറുക്കൻ വീട്ടുകാർക്കെന്ന് പറഞ്ഞാൽ ഇവരെക്കാളും അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും സ്റ്റേറ്റ്സിലാണ്. പിന്നെ ചെറുക്കൻ്റെ മാമനും പിന്നെ അമ്മായിയും കൂടെയാണ് വരുന്നത് ഈ കല്യാണം ഉറപ്പിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അവർ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു പത്രാസ് കാണിക്കാനുള്ള പൈസയൊന്നും സത്യം പറഞ്ഞാൽ ഇവർക്കില്ല. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ അവിടെയുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ആ പ്രൊമോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ നാളത്തെ ദിവസമാണെങ്കിൽ ശ്രുതിയുടെ വീട്ടിൽ ഇതിന് വേണ്ട, അതായത് ഈ സംഗീത നൈറ്റ്, ഇവിടെ ഇനി വേറെ ചടങ്ങാണോ എന്ന് എനിക്കറിയില്ല. എനിവേ ആ ഒരു ആഘോഷത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യുവാണ്. ആ സമയത്ത് അങ്ങോട്ട് ജനറേറ്റർ കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഈ ശ്രുതിയുടെ ആണെങ്കിൽ വലിയ കാര്യത്തിൽ ആ ജനറേറ്ററിന് എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ അത് ചെന്ന് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ശ്രുതിക്ക് പറ്റുന്നില്ല. ആ സമയത്ത് അശ്വിൻ അത് ഹാൻഡ് ഓവർ ചെയ്തിട്ട് അശ്വിനാണെങ്കിൽ അത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വേണ്ട കാര്യങ്ങൾ. എന്നിട്ട് അശ്വിൻ അന്നൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ ഇതുപോലെ തന്നെ ശ്രുതിക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു എപ്പിസോഡില്ലായിരുന്നോ. അപ്പോൾ അതുപോലെ ആ ഹൽദിയുടെ ആ ഒരു സമയത്ത് അതുപോലെ തന്നെ അശ്വിൻ പറയുന്നുണ്ട്, ഇതെന്ന് മനസ്സിലാക്കുക, നിനക്കെല്ലാം ചെയ്യാമെന്ന് നീ വിചാരിക്കണ്ട, എല്ലാം അറിയാവുന്ന ഒരാളാണെന്ന് നീ വിചാരിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ടോ, പിന്നെ പറയുന്ന അശ്വിൻ സായിറാന് എല്ലാം അറിയാമല്ലോ, എല്ലാം ചെയ്യാനും പറ്റുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാണെങ്കിൽ അങ്ങോട്ട് കുറേ കുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ കൂടെയൊക്കെ ശ്രുതി കളിക്കുന്നുണ്ട്. ആ സമയത്ത് അശ്വിനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാരണം അശ്വിൻ സത്യത്തിൽ അശ്വിന് താല്പര്യമുണ്ടെന്നോ അല്ലെങ്കിൽ അശ്വിൻ ഓക്കെ ആണെന്നോ പറഞ്ഞിട്ടില്ല. ശ്രുതിയായിട്ടാണ് എല്ലാം ഉണ്ടാക്കി പറയുന്നത്. അങ്ങനെ അവിടെ ചടങ്ങുകൾക്ക് വേണ്ട സംഭവങ്ങളെല്ലാം ചെയ്യുവാണ്. അവിടെ അമ്മായിയൊക്കെ കൂടെ ചെയ്യുന്നുണ്ട്. പിന്നീടാണെങ്കിൽ അവിടെ ഇങ്ങനെ ഈ ചില കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ 2-3 കമ്പൊക്കെ കൂട്ടിക്കെട്ടി നിർത്തിയേക്കുന്നത്, ആ ഒരു മതിലൊക്കെ ഇടിഞ്ഞു വീഴായിരിക്കും. അതുപോലെ തന്നെ ഈ പന്തലൊക്കെ കെട്ടുന്നിടത്തും 2-3 കമ്പ് ഇങ്ങനെ കൂട്ടിക്കെട്ടൂലേ, അതുപോലെ കെട്ടി വെച്ചേക്കുന്നതിൻ്റെ മുകളിലായിട്ട് 2 തട്ടത്തിൽ ഇങ്ങനെ കുറേ പൂക്കൾ ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ ശ്രുതിയുടെ അടുത്ത് അമ്മായിയും കണ്ടു പറയാം ആ പൂക്കൾ എടുത്തുകൊണ്ട് വരാൻ. ആ സമയത്ത് ശ്രുതി അതെടുക്കാൻ പോകുന്ന സമയത്തായിരിക്കും ശ്രുതിക്ക് അത് എത്തുന്നില്ല, ആക്ച്വലി എത്തുന്നില്ല, അതാണ് സത്യം. അപ്പോൾ ശ്രുതി ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ അശ്വിൻ സഹായിക്കാമല്ലോ എന്ന് വിചാരിച്ച് ചെല്ലും. അങ്ങനെ അശ്വിനൂടെ കയറും ആ ലാഡറിലോട്ട്. കയറുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ തിരിയുന്നതും
കാല് തെന്നി അശ്വിൻ്റെ പേത്തേക്ക് വീഴുമായിരിക്കും. അപ്പോൾ ശ്രുതിയുടെ കൈ തട്ടി ആ പൂക്കളും അങ്ങ് താഴോട്ട് വന്ന് വീഴുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും താഴെ വന്ന് വീഴുന്നുണ്ട്. അശ്വിൻ്റെ മുകളിൽ ശ്രുതി ആ രീതിയിൽ വന്ന് വീഴുന്നുണ്ട്. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി. അടുത്ത ദിവസം സംഗീത നൈറ്റ് ആവുകയാണ്. സംഗീത നൈറ്റിൻ്റെ ആ ദിവസം സത്യം പറഞ്ഞാൽ അശ്വിൻ ഹാപ്പി ആയിരിക്കും. കാരണം ഇന്നലെയൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഒരുക്കങ്ങൾ നടക്കുന്ന സമയത്തൊന്നും അശ്വിന് വലിയ താല്പര്യമില്ലെങ്കിലും സംഗീത നൈറ്റിൻ്റെ ആ ദിവസം അശ്വിൻ എല്ലാവരുടെയും കൂടെ നിൽക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ വീട്ടിലേക്ക്. ആ സമയത്ത് അശ്വിൻ ഇങ്ങനെ ഈ ഗിഫ്റ്റൊക്കെ ഇരിക്കുമ്പോൾ ചുമ്മാ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഗിഫ്റ്റ് കാണുവാണ്. ആ ഗിഫ്റ്റിൽ നെയിം സ്ലിപ്പ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ടു ശ്രുതികുമാരി ലക്ഷ്മി ഫ്രം ശ്യാം മോഹൻ എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. ഇത് കാണുന്ന അശ്വിൻ അതുവരെ അശ്വിൻ സന്തോഷം എന്നായിരിക്കും. ഇത് കാണുമ്പോൾ അശ്വിന് സത്യം പറഞ്ഞാൽ ദേഷ്യവും എന്തോ പോലെ ആയി പോവാണ് അശ്വിന്. ആ സമയത്തായിരിക്കും അങ്ങോട്ട് ശ്രുതി വരുന്നത്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് നിങ്ങളിങ്ങോട്ട് വാ, അവിടെ സംഗീത നൈറ്റ് തുടങ്ങിയെന്ന്. ആ സമയത്ത് അശ്വിൻ സമനിലയെത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ അശ്വിൻ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നൊന്നുമില്ല, ഞാൻ ഇങ്ങോട്ടൊക്കെ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി ആണെങ്കിൽ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്ത് നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട് നീ എന്നെ ഒന്നും ചെയ്തില്ല, എന്നെ ഒന്ന് വെറുതെ വിടുമെന്ന് വെച്ച് അശ്വിൻ റൂമിലേക്ക് പോകുന്നുണ്ട്. ഇത് കാണുന്ന ശ്രുതിക്ക് സത്യം പറഞ്ഞാൽ വിഷമം വരുന്നുണ്ട്. പിന്നീടാണെങ്കിൽ പയ്യൻ്റെ വീട്ടുകാരും വരുമായിരിക്കും. പയ്യൻ്റെ കൂടെ മെയിനായിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് മാമനും പിന്നെ അമ്മായി ആയിരിക്കും. അപ്പോൾ അവരിങ്ങനെ വന്ന് കയറുമ്പോഴേ അമ്മായി ആണെങ്കിൽ ഇതെന്താ ചെറിയ വീടാണല്ലോ, ഇവിടെ വെച്ചാണ് ഇവരിത് നടത്തുന്നത്, ഒരു ഹാളെടുക്കാൻ പോലെയുള്ള പൈസ ഇല്ലാത്തടത്തൊക്കെയാണോ ഇവനെ കെട്ടിച്ചു വിടുന്നതെന്ന് ഇങ്ങനെ അവർ പറയും. പിന്നെ വേറെയും കുറേ കാര്യങ്ങൾ ഇങ്ങനെ അവർ വരുമ്പോൾ തൊട്ടേ അവർ ഇങ്ങനൊരു ഈ ഒരു രീതിയിൽ ചുമ്മാ കുറ്റപ്പെടുത്തലായിരിക്കും ആ വീട്ടുകാരെ. ആ സമയത്താണെങ്കിൽ ശ്രുതിയാണെങ്കിൽ അവർ വെൽക്കം ചെയ്യാനായിട്ട് ഇങ്ങനെ ജ്യൂസുമായിട്ട് വരുന്നുണ്ട്. ഈ ജ്യൂസ് ശ്രുതി കൊണ്ടുവരുന്നത് കുപ്പി ഗ്ലാസ്സിലല്ലായിരിക്കും, സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലായിരിക്കും. അപ്പോൾ എനിക്കിനി അറിഞ്ഞുകൂടാ മലയാളത്തിൽ ഇതിന് സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലാണോ കുപ്പി ഗ്ലാസ്സിലാണോ, എന്തായാലും ഇങ്ങനെ കൊണ്ടുവരും. ആ സമയത്താണെങ്കിൽ ഈ അമ്മായി ഉടനെ പറയുന്നുണ്ട് സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലാണോ കൂൾ ഡ്രിങ്ക്സ് വരുന്നത്, നിങ്ങൾക്കൊരു കുപ്പി ഗ്ലാസ് മേടിക്കാൻ പോലെയുള്ള ഗതിയില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ ഒരു ബുദ്ധിപരമായ നീക്കം നടത്തുന്നുണ്ട്. ആൻറ്റി ഇപ്പോൾ കുപ്പി ഗ്ലാസ്സിലാണെങ്കിൽ കുപ്പി ഗ്ലാസ് പൊട്ടി പോകത്തില്ലേ, പക്ഷേ സ്റ്റീലിൻ്റെ ഗ്ലാസ് ആണെങ്കിൽ പൊട്ടി പോയില്ല. അപ്പോൾ നമ്മുടെ ബന്ധവും ഇതുപോലെ ആയിരിക്കണം, സ്റ്റീലിൻ്റെ ഗ്ലാസ് പോലെ പൊട്ടിപ്പോവാത്ത ബന്ധമായിരിക്കണം നമ്മുടേതെന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുന്ന അമ്മയാണെങ്കിൽ അങ്ങ് ഉത്തരം മുട്ടി പോവുകയാണ്. പക്ഷേ ഇതൊക്കെ കേൾക്കുന്ന ആ പെണ്ണിൻ്റെ വീട്ടുകാർക്കും പെണ്ണിനും പിന്നെ അമ്മയ്ക്കും അമ്മായിക്കൊക്കെ സത്യം പറഞ്ഞാൽ നല്ല വിഷമം വരുന്നുണ്ട്. പിന്നീടാണെങ്കിൽ സംഗീത നൈറ്റ് അങ്ങ് തുടങ്ങുവാണ്. ആ സമയത്ത് ഈ സംഗീത നൈറ്റിൻ്റെ ഇടയ്ക്ക് ഈ അമ്മായി ഉണ്ടല്ലോ, ചെറുക്കൻ്റെ അമ്മായി, അവർ പറയുവാണ് ഇവിടെ എന്ത് ചൂടാണ്, ഈ ചെറിയ വീടുമാണ്, ഒരു AC പോലും ഇല്ല, എന്ത് കഷ്ടമാണെന്ന് നോക്കി, ഇങ്ങനത്തെ വീട്ടിലേക്കാണല്ലോ നമ്മുടെ പ്രൊമോഷനൊക്കെ ആയി നിൽക്കുന്ന ചെറുക്കനെ കെട്ടിച്ചു വിടേണ്ടതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അവന് എന്തോരം പെമ്പിള്ളേർ ക്യൂ നിൽക്കുന്നതാണ്, എന്നിട്ടാണ് ഈ ദരിദ്രം പിടിച്ച വീട്ടിലേക്ക് കെട്ടിച്ചു വിടേണ്ടത്, ഗതികേട് വന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് ആ ചെക്കൻ്റെ അമ്മായിയുടെ കൂടെ നിന്ന് തന്നെ ആ ചെക്കൻ്റെ അമ്മാവനും പറയുന്നുണ്ട് അയാൾ അത്ര മോശമൊന്നുമല്ല. ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ ശ്രുതി അമ്മയും ഒക്കെ ഇത് കേൾക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഇതെന്നൊക്കെ മൈൻഡ് ചെയ്യാതെ അങ്ങ് നിൽക്കുവാണ്. പക്ഷേ ഇതൊക്കെ കേട്ട് ആ ചെക്കൻ ചിരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, കാരണം ആ ചെക്കന് വലിയ കുഴപ്പമൊന്നും ഇല്ല ഇതിലൊന്നും. പിന്നെയാണെങ്കിൽ ആ ചെക്കൻ എണീച്ചങ്ങ് പോകുമ്പോൾ വേറെയും കുറേ കാര്യങ്ങൾ ഇവർ രണ്ടുപേരും കൂടെ ഇന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അമ്മയും ശ്രുതിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ ആ പെണ്ണ് അങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഈ അമ്മായി ആണെങ്കിൽ ഉടനെ പറയുന്നുണ്ട് ഈ പെണ്ണിനാണെങ്കിൽ ഈ ഉടുപ്പൊക്കെ വളരെ വില കുറഞ്ഞ ഉടുപ്പാണല്ലോ, നിങ്ങൾക്ക് നല്ലൊരു ഉടുപ്പ് വാങ്ങിച്ച് കൊടുക്കാനുള്ള പൈസ പോലും ഇല്ലേ. പിന്നെ അവൾ ഇട്ടേക്കുന്ന മാല എടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് റോൾഡ് ഗോൾഡ് ആണല്ലേ, ഒരു ഗോൾഡ് മാല പോലും വാങ്ങിച്ചിടാനുള്ള സാമ്പത്തികം ഇല്ലല്ലേ നിങ്ങൾക്ക്, കഷ്ടം തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാരെയൊക്കെ. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാത്തതിൻ്റെ കാരണം ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഈ കല്യാണം മുടങ്ങിപ്പോവല്ലെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. പിന്നീട് ഈ അമ്മയാണെങ്കിൽ ശ്രുതിയുടെ മെക്കെട്ട് കയറുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് എടി പെണ്ണെ നിൻ്റെ ചെറുക്ക ഇവിടെ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ഉണ്ടെന്ന്. ആ സമയത്ത് ആ അമ്മായി പറയുന്നുണ്ട് എന്താ നിൻ്റെ ഭർത്താവ് ഇങ്ങോട്ട് എഴുന്നള്ളാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അത് പിന്നെ അദ്ദേഹത്തിന് കുറച്ച് ജോലി തിരക്കുണ്ടെന്ന്. ആ സമയത്ത് ആ അമ്മായി പറയുന്നുണ്ട് പിന്നെ എൻ്റെ മരുമോനേക്കാളും ജോലി തിരക്കല്ലേ നിൻ്റെ ഭർത്താവിനെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി ഞാൻ പോയി വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അശ്വിൻ്റെ അടുത്തേക്ക് പോയിട്ട് ശ്രുതി പോയി വിളിക്കുന്നുണ്ട്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് എനിക്കൊന്നും വരാൻ ഇപ്പോൾ പറ്റില്ല, എനിക്ക് ഇഷ്ടംപോലെ ജോലിയുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി എന്നാൽ ശരി എന്ന് പറഞ്ഞ് അവിടുന്ന് തിരിച്ചു വരുന്നുണ്ട്. ആ സമയത്ത് അമ്മ ശ്രുതിയെ കാണും. എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് മോളെ അശ്വിനും വന്നില്ലേ. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ഇല്ല അമ്മ വന്നില്ലെന്ന്. എന്നിട്ടാണെങ്കിൽ ശ്രുതി അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ആ അമ്മായി ഉണ്ടല്ലോ, ആ ചെറുക്കൻ്റെ അമ്മായി, ആ അമ്മായി പറയുന്നുണ്ട് നിൻ്റെ ഭർത്താവ്
ഇങ്ങോട്ട് വന്നില്ലെന്ന്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ഇല്ല, അദ്ദേഹത്തിന് കുറച്ച് ജോലി തിരക്കുണ്ടെന്നാണ് പറഞ്ഞതെന്ന്. ആ സമയത്തുടനെ നമ്മുടെ രാധയമ്മയെ പറയുന്നുണ്ട് ഞാൻ പോയി വിളിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നീട് അമ്മയാണെങ്കിൽ അശ്വിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോനെ അങ്ങോട്ട് വരാത്ത എന്താണെന്ന്. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ട് അമ്മയെ, അതാണ്. ആ സമയത്ത് അവിടെ ആയിരിക്കും ആ ചെറുക്കന് വേണ്ടി വാങ്ങിയ ഡ്രസ്സും മോതിരവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ആ സമയത്ത് അമ്മായി അതെടുത്തിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആ ചെറുക്കൻ്റെ അമ്മായി ചോദിക്കുന്നുണ്ട് ഇതാണോ നിങ്ങൾ ചെറുക്കന് വേണ്ടി വാങ്ങിച്ച ഡ്രസ്സും മോതിരവും ഒക്കെ, എന്ത് ചീപ്പായതൊക്കെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട് എന്നാലും നിങ്ങൾക്ക് നാണമില്ലേ ഇത്രയും ചീപ്പായിട്ടുള്ള ഡ്രസ്സൊക്കെ എൻ്റെ മരുമോന് വേണ്ടി വാങ്ങിക്കാൻ? ഞങ്ങളൊക്കെ ഹൈ ടീമാണ്, അല്ലാതെ നിങ്ങളെപ്പോലെ കുറഞ്ഞ സാധനങ്ങളൊന്നും അല്ലേ ഞങ്ങൾ ഉപയോഗിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് അമ്മായി വിളിച്ചതില്ലെന്ന് പറഞ്ഞാൽ അശ്വിൻ അവിടെ വന്ന് നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അശ്വിനാണെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞ് വരുവാണ് പറയാൻ, പിന്നെ അശ്വിൻ മിണ്ടാതിരിക്കുവാണ്. ചുമ്മാതെ ഒരു സീൻ ഉണ്ടാക്കണ്ടല്ലോ എന്ന് അശ്വിൻ ഇങ്ങനെ വിചാരിക്കുകയാണ്. പിന്നീട് അശ്വിൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും ആരും ഇവർ ഇത്രയും പൊക്കി അടിക്കുന്നില്ല, ആ ചെറുക്കൻ ആരാന്നൊന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ച് അശ്വിൻ ഇങ്ങനെ പോയി നോക്കുമ്പോൾ അശ്വിന് പരിചയമുള്ള, അതായത് അശ്വിന് അറിയാവുന്ന ഒരു ചെറുക്കനായിരിക്കും. കാരണം അശ്വിൻ്റെ കമ്പനിയിൽ അടുത്ത പ്രൊമോഷന് വേണ്ടി നിൽക്കുന്ന ഒരു എംപ്ലോയി ആയിരിക്കും അത്. ആ സമയത്ത് അശ്വിൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഇവനായിരുന്നോ കല്യാണ ചെക്കൻ എന്ന് അശ്വിൻ ഇങ്ങനെ പറയും. പിന്നീട് അശ്വിന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും ഒരു കാര്യം ചെയ്യാം, ഇവൻ്റെ പ്രൊമോഷൻ അങ്ങ് ഹോൾഡ് ചെയ്യാം. അല്ല ഇങ്ങനെ സ്വഭാവമുള്ള ഒരുത്തനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവനെ പ്രൊമോഷന് നിർത്തുന്നത്? അതുകൊണ്ട് തന്നെ അശ്വിൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഉടനെ ഫോൺ എടുത്ത് കമ്പനി MD വിളിച്ചിട്ട് അശ്വിൻ പറയും ഈ കല്യാണ ചെക്കൻ്റെ പ്രൊമോഷൻ ഹോൾഡ് ചെയ്ത് വെക്കണം, ഞാൻ പറഞ്ഞിട്ട് മാത്രമേ പ്രൊമോഷൻ കൊടുക്കാവൂ എന്ന് പറയും. എന്നിട്ടാണെങ്കിൽ അശ്വിൻ വെറുതെ അതുവഴി പോകുമ്പോൾ കല്യാണ ചെക്കൻ്റെ അടുത്തൂടെ ആയിരിക്കും പോകുന്നത്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ കല്യാണ ചെക്കൻ വിഷമിച്ചിരിക്കുമായിരിക്കും. കാരണം അശ്വിൻ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് MD ഈ കല്യാണ ചെക്കനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ CEO ആണെങ്കിൽ പറഞ്ഞു നിങ്ങളുടെ പ്രൊമോഷൻ ഹോൾഡ് ചെയ്യണം എന്ന്. ആ സമയത്താണെങ്കിൽ നമ്മുടെ കല്യാണ ചെക്കൻ ഉടനെ MD അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല അതെന്താ എൻ്റെ പ്രൊമോഷൻ ഹോൾഡ് ചെയ്യുന്നതെന്ന്. ആ സമയത്ത് MD പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, എന്തായാലും ഹോൾഡ് ചെയ്യണമെന്ന് CEO പറഞ്ഞായിരുന്നു എന്ന് പറയും. എന്നിട്ട് കോളം കിട്ടി. അപ്പോൾ ഈ വിഷമത്തിലേക്കും കല്യാണ ചെക്കൻ അവിടെ ഇരിക്കുന്നത്. ആ സമയത്ത് അശ്വിൻ അതുവഴി പോകുമ്പോഴത്തേക്ക് കല്യാണ ചെക്കനാണെങ്കിൽ സാർ ഇവിടെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട് അതെ ഞാൻ തന്നെയാണ്, പിന്നെ നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ആ കല്യാണ ചെക്കൻ പറയുന്നുണ്ട് അത് പിന്നെ എൻ്റെ കമ്പനിയിൽ ഒരു CEO ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല, അദ്ദേഹമാണെങ്കിൽ എൻ്റെ പ്രൊമോഷൻ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണെന്നാണ് പറഞ്ഞത്, അതെന്ത് കാര്യത്തിലാണെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് നിൻ്റെ കമ്പനിയിലെ CEO, ഞാൻ തന്നെയാണ് നിൻ്റെ പ്രൊമോഷൻ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. ആ സമയത്ത് ആ കല്യാണ ചെക്കൻ ചോദിക്കുന്നുണ്ട് അതെന്തിനാ സാറിൻ്റെ പ്രൊമോഷൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിൻ്റെ കാരണം എന്താണെന്ന് ആ കല്യാണ ചെക്കൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പ്രൊമോഷൻ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതിന് ഒരു കാര്യമുണ്ട്, അതായത് ഇവിടെ നിൻ്റെ കല്യാണമാണ് നടക്കാൻ പോകുന്നത്, നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ നിൻ്റെ വീട്ടുകാർ എന്തോരം അപമാനിച്ചെന്ന് നീ ഇപ്പോൾ കണ്ടു കാണും, എന്നിട്ട് പോലും നീ അവരുടെ അടുത്ത് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നീ അവളെ സ്നേഹിച്ച് തന്നെയാണോ ഈ വിവാഹം കഴിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ആ കല്യാണ ചെക്കൻ പറയുന്നുണ്ട് അതെ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് നീ ഒരക്ഷരം പോലും നിൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറയുന്നില്ല? അതിൻ്റെ അർത്ഥം നിനക്ക് സ്വന്തമായിട്ട് നിലപാടില്ലെന്നല്ലേ? അങ്ങനെ നിലപാടില്ലാത്തവരെ ഒന്നും എൻ്റെ കമ്പനിയിൽ ആവശ്യമില്ല. എൻ്റെ കമ്പനിയിൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫുകൾക്കും സ്വന്തമായിട്ട് സ്റ്റാൻഡേർഡുള്ള സ്റ്റാഫുകളുമായിരുന്നു, അല്ലാതെ ഇതുപോലെ സ്വന്തമായിട്ട് നിലപാടൊന്നും ഇല്ലാത്ത ഒരു സ്റ്റാഫുകളൊന്നും എൻ്റെ കമ്പനിയിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിനക്ക് പ്രൊമോഷനും തരില്ല, പിന്നെ നീ ഇനി തുടർന്ന് എൻ്റെ കമ്പനി വേണമെന്ന് ഞാൻ ഇനി തീരുമാനിക്കണം എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന കല്യാണ ചെക്കൻ അങ്ങ് പേടിക്കുവാണ്. അങ്ങനെ കല്യാണ ചെക്കൻ പറയുന്നുണ്ട് അയ്യോ സാർ അങ്ങനെയൊന്നും പറയല്ലേ, സോറി സാർ ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ പിന്നെ അവരങ്ങനെ പറയുന്നതൊന്നും അങ്ങനെ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതെ ഇരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് ഇനി നീ സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്തായാലും നിനക്ക് പ്രൊമോഷൻ ഒന്നും തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആ ചെക്കൻ പറയുന്നുണ്ട് ഇനി സാർ എനിക്ക് പ്രൊമോഷൻ തന്നില്ലെങ്കിലും തന്നാൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അവൾ, അതുകൊണ്ട് തന്നെ അവളെ അവളുടെ കുടുംബത്തിനെ ഞാൻ വേദനിപ്പിക്കാൻ സമ്മതിക്കില്ല, ഞാൻ ഇപ്പം തന്നെ അവയ്ക്കൊക്കെ നല്ല മറുപടി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ചെക്കൻ പോയിട്ട് പറയുന്നുണ്ട് ആ കുറ്റം പറഞ്ഞ ആ അമ്മായിയുടെ അടുത്തൊക്കെ ഇവൾ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഇവളെ നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനുള്ള അവകാശമില്ല, അതുമാത്രമല്ല ഞാൻ ഇവളെ ഇഷ്ടപ്പെട്ടാണ് കല്യാണം കഴിക്കുന്നത്, ഇവളുടെ സ്വഭാവം ഇഷ്ടപ്പെട്ട, അല്ലാതെ ഇവൾക്ക് പണം ഉണ്ടോ പണം ഇല്ലെന്നൊന്നും നോക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ആരും ഇവളുടെ കുടുംബത്തിനെ വേദനിപ്പിക്കില്ലെന്നൊക്കെ ആ ചെറുക്കൻ നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന ശ്രുതിക്കും ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ സംഗീത നൈറ്റ് നല്ല രീതിക്ക് തന്നെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ശ്രുതിയുടെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം അശ്വിൻ
മുമ്പത്തെ പോലെ വലിയ സന്തോഷമൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ശ്രുതി അറിയുന്നുണ്ട് ഈ സംഗീത നൈറ്റ് ഇത്രയും നല്ലതായിട്ട് നടന്നു പോകാനും ആ ചെറുക്കൻ പ്രതികരിക്കാനും കാരണം അശ്വിനാണെന്നും അശ്വിനാണ് എല്ലാത്തിൻ്റെയും പിന്നിലെന്നും ശ്രുതി അറിയുന്നുണ്ട്. ഇതൊക്കെ അറിയുന്ന ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ആ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.